പൂട്ടിക്കിടക്കുന്ന നിലവാരമില്ലാത്ത 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്ന കാര്യത്തിൽ 2 തവണ യോഗം ചേർന്നിട്ടും KPCC ഏകോപന സമിതിക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. നിലവാരമില്ലാത്ത ബാറുകൾക്ക് ഒരു കാരണവശാലും ലൈസൻസ് പുതുക്കി നൽകരുതെന്ന VM സുധീരന്റെ നിലപാടാണ് തീരുമാനത്തിലെത്താൻ തടസ്സമായിരുന്നത്. ലൈസൻസ് ഇപ്പോൾ പുതുക്കുകയും പരിശോധന നടത്തി നിലവാരം പുലർത്തുന്നവയ്ക്ക് മാത്രം തുടർ ലൈസൻസ് നൽകുകയും ചെയ്യുക എന്ന നിലപാടാണ് സുധീരൻ ഒഴികെയുള്ളവർ എടുത്തത്. സുധീരന്റെ നിലപാടിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എതിർത്തിരുന്നു. ഈ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് മന്ത്രി കെ ബാബു ഇന്ന് ചെയ്തത്. അങ്ങനെ അടിച്ചേൽപ്പിക്കൽ നടക്കില്ലല്ലോ. ഏതെങ്കിലും പാർട്ടിയിൽ അങ്ങനെ അടിച്ചേൽപ്പിക്കലുകൾ നടക്കും. എല്ലാം ചർച്ചകളിലൂടെ പൊതുവായിട്ടുള്ള യോജിപ്പിലെത്തുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ പാർട്ടിയുടെ എപ്പോഴും സ്വീകരിച്ചു വന്നൊരു നിലപാട്. അതേസമയം VM സുധീരനെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. KPCC പ്രസിഡന്റിനെ ഒറ്റപ്പെടുത്തിയെന്നോ ഉള്ള വാർത്ത അത് ശരിയായ വാർത്തയല്ല. അവിടെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഒരിക്കലും ശരിയല്ല. ഏകോപന സമിതി വീണ്ടും ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് KPCC നേതൃത്വം പറയുന്നത്. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാതെ തീരുമാനം എളുപ്പമാകില്ലെന്നാണ് മന്ത്രി കെ ബാബുവിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.